കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ് ആൻഡ് മാനേജറിയൽ ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റിവിഷൻ പാർട്ടാണ്. അപ്പോൾ അതിൽ തിയറി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണത്. ഷോർട്ടേഴ്സ് ആയിട്ടും അതുപോലെ എസ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതിൽ ചില ഏരിയാസാണ് റിപ്പീറ്റഡായിട്ട് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ മാനേജറിയൽ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഡിഫറെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അതിലേത് ഡിസിഷൻ എടുക്കുമ്പോൾ ആണ് നമുക്ക് ടാക്സ് പരമാവധി സേവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ടാക്സ് കുറയ്ക്കുന്ന രീതിയിൽ ഓരോ എക്സ്പെൻസിനെ ട്രീറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പല പല ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നത് മേക്ക് ഓർ ബൈ ആണ്. മേക്ക് ഓർ ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ നമുക്ക് ഓൺ പ്രൊഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അതേ സാധനം നമുക്ക് ചിലപ്പോൾ കുറഞ്ഞ എടുത്ത് പുറത്തുനിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ബൈ ചെയ്യാം. അപ്പോൾ അത് ആ ഒരു ഡിസിഷൻ നമുക്കത് മേക്ക് ചെയ്യണോ, മേക്ക് ചെയ്യുന്ന സമയത്താണ് എക്സ്പെൻസ് കുറവുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമയത്താണ് എക്സ്പെൻസ് കുറവ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതിനാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മേക്ക് ചെയ്യുന്ന സമയത്തും ബൈ ചെയ്യുന്ന സമയത്തും എന്തൊക്കെ എക്സ്പെൻസുകളാണ് ഇൻവോൾവ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. മേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന എക്സ്പെൻസ് പ്രൊഡക്ഷൻ കോസ്റ്റാണ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റാണ്. മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മെറ്റീരിയൽ ചാർജസ് ഉണ്ടായിരിക്കും, അതുപോലെ ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ ലേബർ ചാർജസ് ഉണ്ടായിരിക്കും, ദെൻ വേരിയബിൾ ഫാക്ടറി ഓവർ ഹെഡ്, നമുക്ക് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന വേരിയബിൾ എക്സ്പെൻസുകളൊക്കെ ഉണ്ടായിരിക്കും. പ്ലസ് ഒരു ഫിക്സഡ് എക്സ്പെൻസും ഉണ്ടാകും. ഫിക്സഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഡക്ഷൻ ഇത് നടത്തുന്നത് ഒരു റെൻ്റൽ ബിൽഡിങ്ങിനാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ റെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നടത്താനെന്നുണ്ടെങ്കിലൊക്കെ കൊടുക്കേണ്ട ചാർജസാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഫിക്സഡ് ആയിട്ട് വരുന്ന വേരിയസ് എക്സ്പെൻസുകളുണ്ട്, വാട്ടർ സപ്ലൈൻ്റെ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും ബൈ ചെയ്യുകയാണെങ്കിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റാണ്. ബൈ ചെയ്യുന്ന സമയത്ത് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പർച്ചേസ് കോസ്റ്റാണ്. ആ സാധനം നമ്മൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കോസ്റ്റിനാണ് പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് അവിടെ നമുക്ക് എന്താണ് ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. സോ നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഈ ഫിക്സഡ് കോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മേക്ക് ചെയ്യുമ്പോൾ വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റുകളോ അല്ലെങ്കിൽ ബൈ ചെയ്യുന്ന പർച്ചേസ് കോസ്റ്റുകൾ ഏതാണ് കുറവ് ആ ഒരു ഡിസിഷനായിരിക്കും നമ്മൾ എടുക്കുക. അതല്ലെങ്കിൽ ഇതിൽ ഏത് എക്സ്പെൻസാണോ ടാക്സ് മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് അവിടെ കോമൺ ആണ്. അപ്പോൾ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മറ്റ് രണ്ട് പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് കോസ്റ്റിനെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇത് രണ്ടും റവന്യൂ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടിലും നമുക്ക് ടാക്സ് സേവ് ചെയ്യാം. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൊണ്ട് അതിൻ്റെ ഡിഫറൻസ് അറിയുണ്ടാവും. റവന്യൂ എക്സ്പെൻഡിച്ചർ ആവുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഇൻകം കാണുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറയ്ക്കാം. അതേസമയം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവുന്ന സമയത്ത് നമുക്ക് ആ എൻ്റയർ എമൗണ്ട് കുറയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു പാർട്ട് ചിലപ്പോൾ 1/5 പോർഷനോ അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെഷീനറിക്കാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നതിൻ്റെ മേലെ ഡിപ്രിസിയേഷൻ ചാർജസ് മാത്രം, ഇതൊക്കെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകുമ്പോൾ ഒരു ഇയറിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആകുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് ഒരു ഇയറിൽ ടോട്ടൽ ഇൻകം കാണുന്ന സമയത്ത് ഇത് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബിസിനസ് ഇൻകം കാണുന്ന സമയത്ത് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെങ്കിലും പർച്ചേസ് കോസ്റ്റ് ആണെങ്കിലും ഒക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നമുക്ക് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് നമ്മുടെ കോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്ന എക്സ്പെൻസുകളുമാണ്. ഇനി അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഗുഡ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അസറ്റ് ആവാം അല്ലെങ്കിൽ കൺസ്യൂമബിൾ വൺ ആയിരിക്കാം. ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറഞ്ഞതുപോലെ ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു, ആ മെഷീനറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മളവിടെ മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അസറ്റ് വാങ്ങാൻ ഇത്ര പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ, ആ വാങ്ങിച്ച അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ നമുക്ക് ആ ഇയറിൽ എന്ത് ചെയ്യാം, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യും. പ്ലസ് ആ സാധനം മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഡയറക്റ്റ് വേജസ്, വേരിയബിൾ എക്സ്പെൻസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി കൺസ്യൂമബിൾ ആണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ
കൺസ്യൂമബിൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ക്യാപിറ്റൽ അസറ്റിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും കൺസ്യൂമബിൾ ഗുഡ്സിൻ്റെ കോസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എത്രയാണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആവുന്ന സമയത്ത് ആ കൺസ്യൂമബിൾ ഗുഡ്സ് അങ്ങനെ എത്ര നമുക്ക് പ്രൈസ് ആയിട്ടുണ്ടോ ആ എൻറ്റയർ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ നമുക്ക് സാധാരണ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ ഡിഡക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതാണ് മേക്ക് ഫോർ ബൈ എന്നുള്ള ഡിസിഷൻ. ദെൻ സെക്കൻഡ് വൺ ഓണർ ലീസ് ആണ്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് പോകാം. അത് തിയറി മാത്രം കുറച്ച് ചെയ്തിട്ടുള്ളതാണ്. ഓണർ ലീസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടതാണ്. മനസ്സിലാവുന്നതിന് വേണ്ടി ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓണർ ലീസ് എന്നുള്ളതാണ് രണ്ടാമത്തെ അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓൺ ഓർ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസറ്റ് ഒന്നെങ്കിൽ ഓൺ ചെയ്യാം, അതായത് പർച്ചേസ് ചെയ്യാം. അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അസറ്റ് ലീസിന് എടുക്കാം. അസറ്റിൻ്റെ ലീസാണ് പറയുന്നത്. മെഷീനറി ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടെങ്കിൽ വലിയ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ലീസിന് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഇതിൽ രണ്ടിൽ ഏതാണ് നമുക്ക് ടാക്സ് മാക്സിമം സേവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്തും ലീസ് ചെയ്യുന്ന സമയത്തും വേരിയസ് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മളിത് ഏതെടുക്കണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ലീസിൻ്റെ ഓപ്ഷൻ നോക്കാം. ലീസാവുന്ന സമയത്ത് നമുക്കറിയാം ലീസ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റാണ്. അവിടെ ലെസറും വെച്ച് ഉണ്ടായിരിക്കും. ലെസർ എന്ത് ചെയ്യുന്നു, ആ ഒരു അസറ്റ് പറഞ്ഞതുപോലെ മെഷീനറി എന്ത് ചെയ്യാണ്, ലെസ്സയ്ക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഇൻ റിട്ടേൺ ലെസ്സി എന്ത് ചെയ്യുന്നത്, റെൻ്റൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ലീസ് റെൻ്റ് എന്ന് പറയുന്നത് ലെസ്സർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലീസ് പീരീഡ് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, ലെസ്സി ഈ ഒരു അസറ്റ് എന്ന് പറയുന്നത് തിരിച്ച് ലെസ്സർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലല്ലോ. ഇതാണ് ലീസിൻ്റെ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീസിന് എടുത്തിരിക്കുന്ന ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മളുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ലീസ് റെൻ്റാണ്, അല്ലെങ്കിൽ റെൻ്റൽ ചാർജസ് മാത്രമാണ്. നമ്മളുടെ ഒരു ഇയർത്തെ പ്രോഫിറ്റ് നമുക്ക് തരികയാണ്. ഇതിൻ്റെ ഇൻകം കണ്ടെത്താൻ പറഞ്ഞാൽ ആ പ്രോഫിറ്റിന് നമ്മൾ എത്രയാണോ ഓരോ ഇയറിലും ലീസ് റെൻ്റലായിട്ട് കൊടുക്കുന്നത് ആ റെൻ്റൽ ചാർജസ് നമുക്ക് കുറച്ചിട്ട് ബാക്കി എമൗണ്ടിൽ മാത്രമേ ടാക്സ് വരുള്ളൂ. സോ ലീസ് റെൻ്റ് എന്ന് പറയുന്നത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കണ്ടിട്ട് നമുക്കതിൽ ടാക്സ് സേവ് ചെയ്യാം. ഓക്കെ, ഈ കേസിൽ നമുക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഓണർഷിപ്പ് നമ്മൾ ലെസ്സിൻ്റെ അടുത്തല്ല. അപ്പോൾ അസസിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്രിസിയേഷൻ അതിൻ്റെ മുകളിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലീസ് ആവുന്ന സമയത്ത് ഓണർഷിപ്പ് ഇല്ല, നമുക്ക് റിസ്ക് ഓഫ് ഒബ്സർവേഷൻസ് ഇല്ല. മീൻസ് ആ ഒരു അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഒന്നും അസസിക്ക് പാസ് ചെയ്യുന്നില്ല. അതൊക്കെ ഓണർക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, ഈ അസറ്റ് തിരിച്ച് ഓണർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണം. ഇനി പർച്ചേസ് ചെയ്യുന്നതാണ് കേസ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ഒന്ന് അതിൻ്റെ ഡിപ്രിസിയേഷനാണ്. നമ്മൾ തന്നെ ആ ഓണർ അപ്പോൾ ഓൺ ചെയ്യുന്ന അസറ്റിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പെൻസാണ്. then അതുപോലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ കേസിലും ഉണ്ടാവില്ല. നമ്മൾ ഈ അസറ്റ് വാങ്ങിയിട്ടുള്ളത് ഒരു ലോൺ എടുത്തുകൊണ്ടാണെന്ന് വിചാരിക്കുക. ലോൺ എടുത്തിട്ട് ഒരു അസറ്റ് വാങ്ങി, അങ്ങനെയാണെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളൊരു എക്സ്പെൻഡിച്ചറാണ്. സോ ഈ രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് നമ്മളൊരു അസറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യാം, അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഇനി ടാക്സ് പ്ലാനിങ്ങിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് ബാലൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി, ഫിനാൻഷ്യൽ കപ്പാസിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ അത് വാങ്ങുന്നതിനാണ്, ഓൺ പർച്ചേസ് ചെയ്യുന്നതിനാണ് നല്ലത്. കാരണം എന്ത് ചെയ്യേണ്ട, ഓരോ ഇയറും അതിൻ്റെ ലീസ് റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ലീസ് റെൻറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുക ഡിപ്രിസിയേഷൻ ഉള്ള ഹെഡിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സഫീഷ്യൻറ്റ് ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതല്ല നമുക്കിപ്പോൾ റെഡി പേയ്മെൻറ്റ് കൊടുക്കാൻ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്കത് ലീസിന് എടുക്കാം. ദെൻ അതുപോലെ അസറ്റ് എന്ന് പറയുന്നത് അതിന് ലാർജ് റെസിജ്വൽ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, റെസിജ്വൽ നമുക്ക് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ നമുക്ക്
ഈ ഒരു ലീസ് പീരീഡ് കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അസറ്റിൻ്റെ ആ ഒരു യൂസ്ഫുൾ ലൈഫ് കഴിയുന്ന സമയത്ത് അതിന് കിട്ടുന്ന വാല്യൂ ആണ് റെസിജ്വൽ വാല്യൂ. റെസിജ്വൽ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താ, ആ ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് നമുക്കത് വിറ്റാൽ പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കണോ അതല്ലെങ്കിൽ അത് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ ലീസ് ചെയ്യണോ എന്നുള്ളത് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതിൻ്റെ ഒന്ന് പ്രോബ്ലം ഒന്ന് നോക്കിയാൽ ജസ്റ്റ് അത് മനസ്സിലാവും. ഇനി മൂന്നാമത്തത് റിപ്പയർ ഓർ റീപ്ലേസ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ റിപ്പയർ ഓർ റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്, ഒരു മെഷീനറി നമുക്ക് അതിനെന്തെങ്കിലും ഡാമേജോ ഡിഫക്റ്റോ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിഫക്റ്റ് വന്ന ഭാഗം റിപ്പയർ ചെയ്യണം, അതല്ലെങ്കിൽ മൊത്തമായിട്ട് ആ അസറ്റ് റീപ്ലേസ് ചെയ്യണം. ഏത് ചെയ്യുമ്പോഴാണ് നമുക്ക് ടാക്സ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡിസിഷൻ. അപ്പോൾ അവിടെ റിപ്പയർ എന്താണ്, റീപ്ലേസ്മെൻറ്റ് എന്താണ്, അത് രണ്ടും എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാർട്ട് മാത്രം, നമ്മുടെ ഒരു അസറ്റിൻ്റെ ചെറിയ പാർട്ട് മാത്രം, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രം ഡിഫക്റ്റ് ആവുകയും ഡിഫക്റ്റീവ് പാർട്ടാവുകയും ആ ഒരു പാർട്ട് മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്ത് മാറ്റുന്നതിനെയാണ് റിപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ അസറ്റ് എല്ലാം റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫക്റ്റീവ് പാർട്ട് മാത്രമാണ് അത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ആൻഡ് അവിടെ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ നേച്ചർ, ആ ഒരു അസറ്റിൻ്റെ നേച്ചർ ഒന്നും മാറുന്നില്ല. ജസ്റ്റ് നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വർക്കിംഗ് കണ്ടീഷനിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് മുന്നേ എങ്ങനെയാണോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം ആഫ്റ്റർ ദ റിപ്പയർ എന്ന് പറയുന്നത്. ഇതൊരു റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ റിപ്പയറിന് എത്ര എമൗണ്ട് വന്നിട്ടുണ്ടോ അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൊല്ലം ഇൻകം കാണുന്ന സമയത്ത് കുറയ്ക്കാൻ പറ്റും. ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് എൻ്റെ എന്നുള്ളത് പറയുന്നത്. ഇനി റീപ്ലേസ്മെൻ്റ് ആകുന്ന സമയത്ത് എന്താ, റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ അസറ്റ് ഇപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ കൺസിഡറബിൾ പാർട്ട് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഒരു വലിയൊരു ഭാഗം നമ്മൾ കേടായി, അപ്പോൾ അത് നമ്മൾ നന്നാക്കി എടുക്കുകയാണെങ്കിൽ അത് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ്. അല്ലെങ്കിൽ ഒരു പഴയ അസറ്റ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ട് പുതിയൊരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റീപ്ലേസ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കേസിൽ അതിന് നമ്മളൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പുതിയതായിട്ടുള്ളൊരു അസറ്റ് തന്നെയാണ് വരുന്നത്. ആ കേസിൽ നമുക്ക് എൻ്റയർ എമൗണ്ടും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഡിപ്രിസിയേഷൻ മാത്രമാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അതിൽ ഒരു 4-5 കേസസ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അത് എന്താണെന്നുള്ളത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. അതിൽ നമ്മളുടെ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ് ബോർഡാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്യുക. അവിടെ സഫീഷ്യൻറ്റ് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. എന്നാലും നമ്മൾ അതിനെ പറയുന്നത് എന്താണ്, റിപ്പയർ എന്നുള്ള ഹെഡിലാണ്. കാരണം എന്തുകൊണ്ടാണ്, അവിടെ നമ്മളുടെ അസറ്റിൻ്റെ യൂസേജസിന് മാറ്റം വരുന്നതും യൂസ് ചെയ്യുന്ന അസറ്റുകൾ സെയിം തന്നെയായിരിക്കും. ഗോഡൗണിൽ നമ്മൾ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ റിപ്പയർ ആയിട്ടാണ് പറയുന്നത്. അതല്ലാതെ നമ്മൾ അതിനെ റീപ്ലേസ്മെൻ്റ് ആക്കുന്നില്ല നമ്മളുടെ തന്നെ ബിസിനസ് പർപ്പസിനാണെങ്കിൽ. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത്, ഒരു കൊല്ലം നമുക്ക് കിട്ടുന്ന ഇൻകം കുറവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ സഫീഷ്യൻറ്റ് ഇൻകം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പയർ കുറച്ചിട്ട് റീപ്ലേസ്മെൻറ്റിന് കൺസിഡറേഷൻ കൊടുക്കാം. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ആവുന്ന സമയത്ത് എന്താ, എൻ്റയർ എമൗണ്ട് നമുക്കവിടെ ഒരു ഇയറിൽ കുറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രം ഇക്കൊല്ലം നമുക്ക് ഡിഡക്റ്റ് ചെയ്താൽ മതി. അടുത്ത കൊല്ലം എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്തൊരു പാർട്ട് കുറയ്ക്കാം, ഡിപ്രിസിയേഷൻ എന്നുള്ള രീതിയിൽ. റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ എൻ്റയർ എമൗണ്ട് നമുക്ക് ഒരു ഇയറിൽ തന്നെ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കേണ്ടി വരും. ഇനി ഇൻകം കൂടുതലാണ്, നമുക്ക് സഫീഷ്യൻറ്റ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പയറിങ് കൂടുതലായിട്ട് ചെയ്യാം. ദെൻ എപ്പോഴും നമുക്ക് റിപ്പയർ ചെയ്യുമ്പോൾ, അതായത് ഒരു അസറ്റിനെ നമുക്ക് മാക്സിമം അതിൻ്റെ കണ്ടീഷനിൽ കൊണ്ടുവരിക എന്നുള്ളത്, റിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും റീപ്ലേസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓർ ഡൊമസ്റ്റിക് സെയിൽസ് ഡിസിഷനാണ്. അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സെയിൽ നമ്മൾ ഡൊമസ്റ്റിക് സെയിൽസ് നടത്തുന്ന സമയത്തും ടാക്സ് ഉണ്ടാകും, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും ടാക്സ് ഉണ്ടാകും.
കൺസിഡർ ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ടിനാണ് കൂടുതൽ ടാക്സ് ലയബിലിറ്റി വരുന്നത്. പക്ഷേ എന്തുണ്ട്, ചില ഏരിയസിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണ്, ഇവിടേക്കാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത് അല്ലെങ്കിൽ അവിടെ മാനുഫാക്ചർ ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്ക് അവിടെ ടാക്സ് ഹോളിഡേയ്സ് കിട്ടും. അതായത് അവിടെ നമുക്ക് 0 ടാക്സ് ആയിരിക്കും ഉണ്ടാവുക. ചില ബാക്ക്വേർഡ് ഏരിയാസിൽ നമ്മൾ ഡിഡക്ഷൻസ് പഠിക്കുന്ന സമയത്ത് 80IA ആ ഒരു റേഞ്ച് ഓഫ് ഡിഡക്ഷൻസ് ഉണ്ട്. അവിടെ പറയുമ്പോൾ സർട്ടൻ ഏരിയാസിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സ് ഹോളിഡേയ്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ എക്സ്പോർട്ട് ചെയ്യണോ ഓർ ഡൊമസ്റ്റിക് സെയിൽ ചെയ്യണോ? എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ നിന്ന് ചെയ്താലാണ് നമുക്ക് മാക്സിമം ടാക്സ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ഡിസിഷൻ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഷട്ട് ഡൗണോ കണ്ടിന്യൂ ഡിസിഷനാണ്. നമ്മൾ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഷട്ട് ഡൗൺ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് നമ്മളുടെ കയ്യിൽ ഫെർദർ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ചാൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മളുടെ ലോസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറച്ച് ഇയേഴ്സായിട്ട് ലോസ് വരികയാണെങ്കിൽ നമ്മൾ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ലോസ് വരുന്ന ഇയേഴ്സിലൊന്നും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കുറേ കാലത്തേക്ക് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റില്ല. അപ്പം ലോസിൻ്റെ നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ആൻഡ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് എപ്പോഴാണോ ഇൻകം വരുന്നത് ആ സമയത്ത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇൻകം കുറയ്ക്കാനുള്ളൊരു വഴി തന്നെയാണ്, പക്ഷേ നമുക്ക് കുറേ കാലത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയില്ല. അപ്പോൾ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഓർ പെർമനൻറ്റ് ക്ലോസ് ഓഫ് ബിസിനസ്സാണ്. ഡ്യൂ ടു ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ടാകാം. അതിലുള്ള ചില റീസൺസാണ് ലോ ഡിമാൻഡ് ഓഫ് പ്രൊഡക്റ്റ് ഓർ മിസ്മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഇല്ലാതെ വരുന്നത്. ഇതൊക്കെ നമ്മളുടെ ഷട്ട് ഡൗണിലേക്കുള്ള റീസൺസാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂഡ് ലോസാണ്. അതായത് ലോസ് നമുക്ക് 2 കൊല്ലമായിട്ട് ലോസ് ഉണ്ട്, പിന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂസ് ലോസ് അല്ല എന്നുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോസസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. എത്ര മാക്സിമം 8 ഇയർ വരെയാണ് നമുക്ക് ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ആ ഒരു ഹെഡത്തെ ഇൻകം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ ചെയ്യാം. ഇനി ഈ ഒരു ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ അത് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഹെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ. ഇനി അതിൽ ഒരു എക്സ്ട്രാ പോയിന്റ് പറയുന്നത് ലോസ് ഫ്രം എക്സംപ്റ്റഡ് സോഴ്സ്, അതായത് അഗ്രികൾച്ചറൽ ഇൻകം പോലത്തെ എക്സംപ്റ്റഡ് സോഴ്സ് എന്നുള്ള ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മറ്റ് ഹെഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതേ ഹെഡിൽ തന്നെയുള്ള ഇൻകം യൂസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അടുത്ത ഒന്ന് എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഓഫ് ബിസിനസ് ആണ്. അങ്ങനെ നമ്മൾ ബിസിനസ് എക്സ്പാൻഷനിലേക്ക് കിടക്കണം, അതല്ലെങ്കിൽ കോൺട്രാക്റ്റ്, അതായത് നമ്മൾ ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് വരാൻ ചാൻസ് ഉള്ളപ്പോൾ നമുക്ക് എക്സ്പാൻഷനിലേക്ക് കടക്കാം. ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻറ്റേർണലി ഓർ എക്സ്റ്റേർണലി നമുക്ക് ഗ്രോത്ത് വരാം. ഇൻറ്റേർണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ തന്നെ നമ്മൾ പുതിയ ഫേമുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് നമ്മുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എങ്ങനെയൊക്കെയാണ്, ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഓർ റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇൻറ്റേർണൽ എക്സ്പാൻഷൻ പോസിബിൾ ആവുന്നു. ഇതേസമയം എക്സ്റ്റേർണൽ ഗ്രോത്ത് ആവുന്ന സമയത്ത് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ഡിഡക്ഷൻസ് അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 80I, 80, 80JJ വരെയുള്ള ഡിഡക്ഷൻസ് ആണ്. നമുക്കറിയാം, അത് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ ഡിഡക്ഷൻസ് യൂസ് ചെയ്തിട്ട് എക്സ്റ്റേർണൽ ഗ്രോത്തും പോസിബിളാണ്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്ട് ചെയ്തിട്ട് ചുരുക്കി കൊണ്ടുവരണം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി അമാൽഗമേഷനാണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അമാൽഗമേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസിഷനാണ്. നമുക്കറിയാം, അതിൽ അമാൽഗമേറ്റിംഗ് ആൻഡ് അമാൽഗമേറ്റഡ് കമ്പനീസ് ഉണ്ടാകും. 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കമ്പനീസോ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് അമാൽഗമേറ്റഡ് കമ്പനി ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവിടെ പറയുന്ന പ്രോസസ്സ് പറയുന്നത് അത് കനോട്ട് ബി അല്ല ആണ്
ലോസസ് ഓഫ് അമാൽഗമേറ്റിംഗ് കമ്പനി ക്യാൻ ബി സെറ്റ് ഓഫ് ഓർ ക്യാരി ഫോർവേഡ് ടു അമാൽഗമേറ്റഡ് കമ്പനി. അത് കനോട്ട് ബി എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ക്യാൻ ബി ആണ് കേട്ടോ. എന്ത് ചെയ്യാം, അമാൽഗമേറ്റഡ് കമ്പനീസ്, അതായത് ആദ്യം ഉണ്ടായിരുന്ന കമ്പനീസിൻ്റെ ലോസസ് നമുക്ക് അമാൽഗമേറ്റഡ് കമ്പനീസിൻ്റേതായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ആഫ്റ്റർ അമാൽഗമേഷൻ all the properties and liabilities are transferred to amalgamated company. Then amalgamating companies അറ്റ്ലീസ്റ്റ് 3/4 ഷെയർസ് എങ്കിലും ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് അമാൽഗമേറ്റഡ് കമ്പനിയിലും ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുന്നുണ്ട്. ഇനി ഈ പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിന് അമാൽഗമേറ്റിംഗ് കമ്പനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതൊന്നും ടാക്സബിൾ അല്ല. ഇഫ് ദ അമാൽഗമേറ്റഡ് കമ്പനി ഈസ് എ ഇന്ത്യൻ കമ്പനി. ദെൻ ഡിപ്രിസിയേഷൻ്റെ ചാർജസ് ആണ്. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുന്നത് അമാൽഗമേറ്റിംഗ് കമ്പനീസിനാണ്. അതായത് ഈ അസറ്റ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിക്കാണ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ടാക്സ് ഹോളിഡേയ്സ് ആണ്. ഈ ടാക്സ് ഹോളിഡേ എന്ന് പറയുന്നത് ടാക്സ് എക്സംഷൻ കിട്ടുന്നത് അമാൽഗമേറ്റഡ് കമ്പനിക്കാണ്. ദെൻ അമാൽഗമേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് അമാൽഗമേറ്റഡ് കമ്പനീസിനാണ്. ഓക്കെ, ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് ഡീമർജർ എന്ന് പറയുന്നത്. ജസ്റ്റ് അമാൽഗമേഷൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ ഡീമർജ് ചെയ്തിട്ട് റിസൾട്ടിങ് കമ്പനീസ്, അപ്പോൾ എ ബി എന്നുള്ളൊരു കമ്പനി എയും ബിയും 2 കമ്പനീസായിട്ട് മാറുന്നതാണ് ഡീമർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീമർജ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടിങ് കമ്പനീസിലേക്കാണ് നമ്മളുടെ ഇതിൻ്റെ അസറ്റിൻ്റെ കമ്പനിയുടെ പ്രോപ്പർട്ടീസും ലയബിലിറ്റീസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് അമാൽഗമേറ്റഡ് കമ്പനിക്ക് മാറുന്നതിന് പകരം റിസൾട്ടിങ് കമ്പനീസിലേക്കാണ് ഇതൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത്. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷനിൽ ടാക്സ് പ്ലാനിങ് എങ്ങനെ പോസിബിൾ ആവുന്നു എന്നുള്ളതാണ്. അതിൽ ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് സർട്ടൻ എക്സ്പെൻഡിച്ചേഴ്സ് വരും. അതിൻ്റെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഇതൊക്കെ വരും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ എക്സ്പെൻസ് വന്നതെന്നുള്ള രീതിയിലാക്കിയിട്ട് നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മളത് ഷോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ദ ബിസിനസ് കമൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്കത് എൻ്റയർ എമൗണ്ട് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അതല്ല, ഇത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കമൻസ് ചെയ്യുന്നതിന് മുന്നേയുള്ള എക്സ്പെൻസുകളായിട്ട് കാണിക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റയർ എമൗണ്ടും ആ ഇയറിൽ ലെസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ആ ഇയറിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഫിക്സഡ് അസറ്റൊക്കെ ലോണിന് എടുത്തിട്ട് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. ലോൺ എടുക്കേണ്ടി ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റിനോട് കൂടെ ആഡ് ചെയ്യുക, ആ ഒരു ഇൻട്രസ്റ്റും കൂടെ. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് അത്ര തന്നെ കൂടും. ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് കൂടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുമ്പം ഡിപ്രിസിയേഷൻ്റെ എമൗണ്ടും കൂടും. ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ മാക്സിമം ടാക്സ് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇൻകം കുറയും. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഫിക്സഡ് അസറ്റ് ലോണിനൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് ചാർജസും കൂടെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക. അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്ത് നമ്മുടെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കൂട്ടുക. സോ അതിനനുസരിച്ച് നമ്മുടെ ഇൻകം കുറയും. അതായത് പിന്നെ ടാക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇൻകം കുറയും. ടാക്സ് സേവ് ചെയ്യാം, ഇൻകം സേവ് ചെയ്യാം. ദെൻ അടുത്തത് ഡെപ്റ്റ് ക്യാപിറ്റൽ ബോറോ ചെയ്യുന്ന കേസിലാണ്. ഒരു അസറ്റ് നമ്മൾ വാങ്ങിക്കുന്നത് ബോറോഡ് ഫണ്ട് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് എന്ത് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ രണ്ടും നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഡിസിഷൻസാണ്. എന്തൊക്കെ ചെയ്താൽ ടാക്സ് എത്രയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് കംപ്രസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇക്വിറ്റി ഷെയർസ് എത്ര, പ്രിഫറൻസ് ഷെയർസ് എത്ര, ഡെപ്റ്റ് ക്യാപിറ്റൽ എത്ര, അങ്ങനെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഈ 4 പോയിൻ്റാണ് കാര്യമായിട്ട് പഠിച്ചു വയ്ക്കേണ്ടത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഷെയർസിൻ്റെ മുകളിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഡിവിഡൻഡ് ഓൺ ഷെയർ എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് അല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് നമ്മൾ കുറേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാക്സിന് അത് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഇൻകത്തിന് അത് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് കൂടുതൽ ചാർജ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് മാക്സിമം ഈ ഒരു ടാക്സ് ഒഴിവാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബോറോയ്ഡ് ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. സോ മാക്സിമം ബോറോയ്ഡ് ക്യാപിറ്റൽ യൂസ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ ചാർജ് ചെയ്യാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് കോസ്റ്റ് ഓഫ് റേസിങ് ഡെപ്റ്റ് ഫണ്ടാണ്. അതായത് ഡെപ്റ്റ് ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് കോസ്റ്റുകൾ വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ ഫീസ്, അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. സോ അത് നമുക്ക് ഓരോ ഇയറിൽ ഡിഡക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഓണേഴ്സ് ഫണ്ട്, അതായത് ഇക്വിറ്റി ഷെയർ റേസ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അത് നമുക്ക് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് 5 കൊല്ലമായിട്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിലിവിടെ പറയുന്നത് ഒരു ഇയറിൽ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇയറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ ലോൺ നമ്മൾ പരമാവധി കുറയ്ക്കുക. അതായത് ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ കുറയ്ക്കുക, അതാണ് അത് ഉദ്ദേശിച്ചത്. രണ്ടാമത്തത് റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഇക്വിറ്റി ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുവഴി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്ന റിട്ടേൺ കൂടുതൽ കിട്ടും. പിന്നെ നമ്മൾ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് പീരീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ യൂസ് ചെയ്യുക. ഗ്രോത്ത് പീരീഡ് കൂടുതലാണ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറയുന്നത് നമ്മൾ എല്ലാ കൊല്ലവും ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പോസിബിൾ ആവുന്നില്ല. അപ്പോൾ ഗ്രോത്ത് പീരീഡ് കൂടുതലുള്ളപ്പോൾ നമ്മൾ ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്യുക. കുറച്ച് കാലം എടുത്തിട്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ അത്രയും കാലം നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ ഡിവിഡൻഡ് പോളിസിയാണ്. ഡിവിഡൻഡ് പോളിസി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിവിഡൻറ്റിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഡിവിഡൻഡ് എന്താണെന്നുള്ളത് നമുക്ക് പലതരത്തിൽ ഡിവിഡൻഡ് കൊടുക്കാം. അത് എന്തൊക്കെ തരത്തിലാണെന്ന് നമുക്ക് ഡിവിഡൻറ്റിനെ കുറിച്ച് ഓൾറെഡി അറിയുന്നതായിരിക്കും. അതൊക്കെ നോട്ട്സായിട്ട് കൊടുക്കാം. ഡിവിഡൻഡ് നമുക്ക് 2 തരത്തിൽ ട്രീറ്റ് ചെയ്യാം. ഐദർ ബിസിനസ് ഇൻകമായിട്ട് യൂസ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് നോക്കാം. ബിസിനസ് ഇൻകമായിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് നമുക്ക് ഏൺ ചെയ്യാൻ വന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസും അതിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതേസമയം ഡിവിഡൻഡ് ഇൻകം നമ്മൾ അതർ സോഴ്സിലുള്ള ഒരു ഐറ്റമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡിവിഡൻഡ് ഏൺ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഒക്കേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻസ് മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 2 തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നു. ബിസിനസ് ഇൻകം അതർ സോഴ്സിനുള്ളതായിട്ട് 2 തരത്തിൽ ട്രീറ്റ് ചെയ്യുകയും അതിന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന എക്സ്പെൻസ് ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. അതാണ് ഈ 2 പോയിന്റിലും പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആൻഡ് ഇഷ്യൂ ഓഫ് ബോണസ് ഡിബഞ്ചേഴ്സ് ആണ്. ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോണസ് ഇക്വിറ്റി ഷെയർസ് ആയിട്ടും കൊടുക്കാം, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ആയിട്ട് കൊടുക്കാം. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കറൻറ്റ് ഹോൾഡിങ്സിൻ്റെ ബേസിസിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഔട്ട് ഓഫ് ദ റിസർവ്സ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ അതിൽ നമ്മൾ ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് ബോണസ് ഷെയർസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന EPS ഇക്വിറ്റി പെർ ഷെയർ എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഡിവിഡൻറ്റിന് പകരം ക്യാഷ് ആയിട്ടുള്ള ഡിവിഡൻറ്റിന് പകരം ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം. പക്ഷേ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂട്ടും, അതേസമയം അവർക്ക് കിട്ടുന്ന EPS കുറയുകയും ചെയ്യും. അവിടെ നമ്മുടെ ആ വാല്യൂ ഓഫ് ഷെയർ ടാക്സ് ചെയ്യപ്പെടുന്നില്ല. ഇനി പ്രിഫറൻസ് ഷെയർ ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം കൂടുന്നില്ല, പക്ഷെ അത് ടാക്സ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇക്വിറ്റി ഷെയർസിൻ്റെ എണ്ണം കൂടുന്നില്ല, അതുകൊണ്ട് തന്നെ EPS കുറവ് വരുന്നുമില്ല ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ. and അതുപോലെ തന്നെ നമുക്ക് ഡിബഞ്ചേഴ്സിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറുമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇൻകം കാണുന്ന സമയത്ത് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് രീതിക്ക് നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാം, ഷെയർസ് ആയിട്ടോ ഡിബഞ്ചേഴ്സ് ആയിട്ടോ ഇഷ്യൂ ചെയ്യാം എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി ചില പ്രോബ്ലംസും പിന്നെ ക്യാരി ഫോർവേഡ്
കാരി ഫോർവേഡ് ഓഫ് ലോസസും അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയും കൂടി അടുത്ത ക്ലാസ്സിൽ പറയും.